ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ആക്ടറുമായ നീ ദാസേട്ടൻ കോഴിക്കോടാണ്. അയ്യന്റെ മോനെ. എനിക്ക് തോന്നുന്നു ടിക്ടോക്കിലെ ഒരു ആദ്യ രാജാവ് ഫുക്രുവായിരുന്നു. ഫുക്രു ഈ മലബാർ മേഖലയിൽ ദാസേട്ടൻ കോഴിക്കോട്, അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് പാലാ സജിയാട്ടൻ. തെക്കിന്റെ ചുമതല ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ വടക്ക് ദിക്കിലെ പടയുടെ നേതൃത്വം വഹിക്കാം. ഇപ്പൊ പാലാ സജിയേട്ടൻ സജീവമായിട്ടൊന്നും ഇപ്പൊ റീൽസ് ചെയ്യുന്ന ഞാൻ കാണാറില്ല. തീർന്നു കേട്ടത്. അത് അങ്ങനെ ചാവുന്ന തടിയൊന്നും അല്ല, തലയർത്തിട്ടാ കൂടും. ഒരുപാട് റീൽ ചെയ്തിട്ടുണ്ട് അല്ലെ? ഇഷ്ടം പോലെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ 2500ഓളം റീലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. 2500ഓളം റീലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെയ്യുന്ന റീൽസ് ഒക്കെ മനഃപൂർവ്വം എന്തോ വൈറൽ ആവാൻ വേണ്ടി കുറച്ച് അതിൽ എന്തൊക്കെയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു. അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞത്? ഞാനും രേണുസുധിയും കൂടി ആ സംഗതി വൈറലാവുന്നത്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്ത റീലാണ് ചാന്തുപുട്ട് റീൽ. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. എന്തുകൊണ്ട് രേണുസുധി എന്ന വ്യക്തിയെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കേരളം കത്തണം. എന്നിട്ട് ഇപ്പം പല ആൾക്കാർ എന്നെ കാണുമ്പോൾ ചോദിക്കും രേണുസുധീനെ ഇവിടെ റീൽ ചെയ്ത ആളല്ലേ എന്ന്. എനിക്കങ്ങനെ ചോദിക്കുമ്പോൾ സാധനം വിഷമം വരാറുണ്ട്. വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം തീർന്നില്ലെങ്കിൽ 2 പപ്പടം അങ്ങോട്ട് കാച്ചു. ഈ ഒരു റീലും കൊണ്ട് രേണുസുധിക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. തീർച്ചയായും 100%. രേണുസുധി എന്ന വ്യക്തിയെ കൊണ്ട് ദാസേട്ടനും ഉണ്ട്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? 2019 മുതൽ സോഷ്യൽ മീഡിയ റീലുകളും ടിക്ടോക്കും ചെയ്യാൻ തുടങ്ങിയ ആളാണ് ഞാൻ. ആണോ? ഭയങ്കര. അപ്പൊ ഇനി യാത്രയില്ല എല്ലാരോടും. ഇനി നിന്ന വേലായുധം കരയുന്നത് എല്ലാവരും കാണും. അത് മോശം.